ഇപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിലെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന അവരുടെ നിശ്ചല ദൃശ്യങ്ങൾ, ടാബ്ലോകൾ പുരോഗമിക്കുകയാണ് കർത്തവ്യപഥിൽ. 30 നിശ്ചല ദൃശ്യങ്ങളാണ് കർത്തവ്യപഥിലുള്ളത്. അതിൽ ഏറ്റവും ആകാംക്ഷയോടുകൂടി നമ്മൾ കാത്തിരിക്കുന്നത് കേരളത്തിന്റെ ടാബ്ലോയിലെ സന്ദേശം എന്തായിരിക്കും എന്നതാണ്. ഇതാ കേരളത്തിന്റെ ടാബ്ലോ നീങ്ങുകയാണ്. യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ പ്രധാനമന്ത്രിക്കൊപ്പമുണ്ട്. അവർക്ക് പ്രധാനമന്ത്രി വിശദീകരിച്ചു കൊടുക്കുന്നു. കേരളത്തിന്റെ ടാബ്ലോ ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഒരുപക്ഷെ ലോകത്തെമ്പാടുമുള്ള മലയാളികൾ ഇതുവരെ കാത്തിരുന്നത് കർത്തവ്യപഥിൽ അവതരിപ്പിക്കപ്പെടാൻ പോകുന്ന കേരളത്തിന്റെ നിശ്ചല ദൃശ്യം എന്താണ് എന്നതാണ്. 30 നിശ്ചല ദൃശ്യങ്ങളിൽ ഇതാ കേരളത്തിന്റെ നിശ്ചല ദൃശ്യം. കേരം തിങ്ങും കേരള നാടിന്റെ നിശ്ചല ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മലയാളികൾ അഭിമാനത്തോടുകൂടി നാനാത്വത്തിൽ ഏകത്വം എന്ന മഹത് ആശയത്തെ പ്രകാശിപ്പിക്കുന്ന ഈ മണിക്കൂറിൽ കേരളത്തിന്റെ നിശ്ചല ദൃശ്യത്തിന് വേണ്ടി ആളുകൾ കാത്തിരിക്കുകയായിരുന്നു. അവരിതാ അത് കാണുകയാണ്. അതാത് സംസ്ഥാനങ്ങളിലെ നിശ്ചല ദൃശ്യങ്ങൾ വരുമ്പോൾ ആ നാട്ടുകാർ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്വാഭാവികമാണ്. സ്വന്തം നാടിന്റെ പാരമ്പര്യവും വേരുകളും സാംസ്കാരിക പൈതൃകവും ഒക്കെ സ്വാഭാവികമായും ആ നാട്ടുകാരെ സംബന്ധിച്ച് അഭിമാനമുണ്ടാക്കുന്ന നിമിഷങ്ങളാണ്. പ്രധാനമന്ത്രി യൂറോപ്യൻ യൂണിയൻ നേതാക്കൾക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയാണ്. എന്തെല്ലാം നിശ്ചല ദൃശ്യങ്ങളിലൂടെ സന്നിവേശിപ്പിക്കപ്പെട്ടുള്ള ആശയങ്ങൾ ഈ രാജ്യം മഹത്തരമായ ഒരു ആശയത്തെ ഉൾക്കൊള്ളുന്നുണ്ട്. അത് നാനാത്വത്തിൽ ഏകത്വം എന്ന ബൃഹത് ആശയമാണ്. ആ ആശയത്തിന്റെ പ്രകാശനമാണ് ഇന്ന് 77ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കർത്തവ്യപഥിലൂടെ സാവധാനം നീങ്ങുന്ന ഓരോ നിശ്ചല ദൃശ്യങ്ങളും ഈ രാജ്യത്തെ ഓരോ പൗരനോടും പറയുന്നത് നാനാത്വത്തിൽ ഏകത്വം എന്ന മഹത് ആശയത്തിന്റെ പൊരുളുകളെ കുറിച്ചാണ്. പ്രധാനമന്ത്രി ഇപ്പോൾ ഇന്നത്തെ ഈ ചടങ്ങിലെ വിശിഷ്ടാതിഥികളായി എത്തിയിട്ടുള്ള യൂറോപ്യൻ യൂണിയൻ നേതാക്കൾക്ക് ഈ രാജ്യത്തിന്റെ പാരമ്പര്യത്തെക്കുറിച്ച്, സൈനിക കരുത്തിനെക്കുറിച്ച്, സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. അദ്ദേഹം ഓരോ ദൃശ്യങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രധാനമന്ത്രി വിശദീകരിച്ചു കൊടുക്കുന്നു. ആ നാടിന്റെ വിശിഷ്ടമായ സവിശേഷമായ സാംസ്കാരിക രേഖ എന്താണ് എന്നത്. അതത് നാട്ടിലെ കലാകാരികൾ, അതത് നാടുകളിലെ ശില്പികൾ, അതത് നാടുകളിലെ സാംസ്കാരിക പ്രവർത്തകർ അവരുടെ ആശയങ്ങളിൽ വിരിഞ്ഞ സുന്ദരങ്ങളായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കർത്തവ്യപഥിലൂടെ നിശ്ചല ദൃശ്യങ്ങളായി ഒഴുകിപ്പോകുന്നത്. രാജ്യം 77ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ നിറവിൽ നിൽക്കുമ്പോൾ ഓരോ പൗരനും അഭിമാനം കൊണ്ട് ഹൃദയം തുളുമ്പി നിൽക്കുന്ന സമയമാണിത്. 30 നിശ്ചല ദൃശ്യങ്ങൾ, അതിൽ കേരളത്തിന്റെ നിശ്ചല ദൃശ്യം കടന്നുപോയി. ഒരുപക്ഷെ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് മലയാളികൾ ആ നിശ്ചല ദൃശ്യം അഭിമാനത്തോടുകൂടി കണ്ടിട്ടുണ്ടാകണം. ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയിരിക്കുന്ന വിശിഷ്ടാതിഥികൾ, നമുക്ക് അവരെ കാണാം. ഓരോ നിശ്ചല ദൃശ്യങ്ങൾ കടന്നു പോകുമ്പോഴും കൈയടിച്ച് ആ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നത് നമുക്ക് കാണാം. കർത്തവ്യപഥിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധി ബൽറാം നെടുങ്ങാടി ഈ കാഴ്ചകൾ ഓരോന്നും കണ്ട് അതിന്റെ വിവരണം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബൽറാം, കേരളത്തിന്റെ ആ നിശ്ചല ദൃശ്യം കടന്നുപോയി, നമ്മളെല്ലാം അത് കണ്ടു. ഇപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഈ ടാബ്ലോകൾ നീങ്ങുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ബൽറാം, എന്തൊക്കെയാണ് അവിടുത്തെ വർണ്ണാഭമായ കാഴ്ചകൾ? അത് എന്ത് വികാരമാണ് ഓരോ ഭാരതീന്റെയും ഉള്ളിൽ ഉണർത്തുക? आत्मनिर्भर भारत हो साकार, आपदा से सुरक्षित राष्ट्र हो, यही एनडीएमए का आधार। और जब भी संकट आए देश को मिले ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.